ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും ശിഷ്യർക്കും വളരെ സന്തോഷവും സ്നേഹവും സംതൃപ്തി നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ 3 പാഠങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്ന ഓരോ പാഠത്തിൻ്റെയും ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നുന്നു. യൂണിറ്റ് 6 ലെസൺ 23 പ്രീസ്റ്റ്ഹുഡ് ഇൻ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനായിട്ട് മാറേണ്ട ഒരു വേർഡാണ് പ്രീസ്റ്റ്ഹുഡ്. ഒരു പള്ളിയെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഒരു പട്ടക്കാരൻ്റെ ആയിരിക്കും, ഒരു അച്ഛൻ്റെ ആയിരിക്കാം. ഈ പ്രീസ്റ്റിൻ്റെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉള്ള ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു 1 സെൻറ്റൻസിൽ പ്രീസ്റ്റ് അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡിനെ പറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. പ്രീസ്റ്റ് ഓർ അനോയിൻറ്റഡ് ഈസ് എൻ ഓഷൻ, ഈസ് എ വാസ്റ്റ് ഓഷൻ വിച്ച് ഈസ് ഫുൾ ഓഫ് ബ്ലെസ്സിങ്സ് ഫ്രം ദ ഹോളി ട്രിനിറ്റി. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഓഷൻ്റെ അടുത്തോട്ട് പോകാനും ആ ഓഷനിൽ നിന്നുള്ള നമുക്ക് ലഭിക്കാവുന്ന വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് യൂസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കാതിരിക്കും. നമ്മൾ പൂർണ്ണമായിട്ട് ശ്രമിക്കുന്നില്ല. വി ആർ നോട്ട് യൂസിങ് ഇറ്റ് ഫുള്ളി ബിക്കോസ് വി മൈറ്റ് നോട്ട് ബി knowing the importance or the saturated importance of the priesthood in our spiritual life. The 4 aspects we need to learn from this lesson are: understand the fundamental concepts of Christian priesthood, compare the features of priesthood in Old Testament and New Testament, understand the various modes of ordination in New Testament, and of course their significance, to develop റെസ്പെക്ട് ഫോർ ദ പ്രീസ്റ്റ്. 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. പ്രീസ്റ്റ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബേസ് വേഴ്സ് പഠിക്കണം. എപ്പിസിൽ ഓഫ് സെൻറ്റ് പോൾ ടു ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 14. അതിങ്ങനെ വായിക്കുന്നു: സീയിങ് ദെൻ ദാറ്റ് വി ഹാവ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ഹു ഹാസ് പാസ്ഡ് ത്രൂ ദ ഹെവൻസ്, ജീസസ് ദ സൺ ഓഫ് ഗോഡ്, ലെറ്റ് us ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ. അപ്പം ജീസസ് എന്ന ഹൈ പ്രീസ്റ്റിൽ കൂടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രീസ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അച്ഛന്മാരെ പറ്റി ഒരു സൂചന പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം അല്ലെങ്കിൽ എപ്പിസിൽ ടു ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 14 വഴി നമ്മൾ പറയുകയാണ്. പ്രീസ്റ്റ്ഹുഡിനെ പറ്റി ആദ്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ വേഴ്സ് കൂടാതെ നമുക്ക് എടുക്കേണ്ട ഒരു വേഴ്സുണ്ട്. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളുപരി അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, എവിടെ നിന്നാണ് അത് പാസ് ചെയ്ത് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് യേശുക്രിസ്തുവിൽ എത്തിയത്. ഓഫ് കോഴ്സ് വി നോ, വി റീഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഹൗ ബ്ലെസ്സിങ്സ് ഓഫ് ലോർഡ് ദ ഫാദർ കെയിം ടിൽ ജീസസ് ക്രൈസ്റ്റ്. അത് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും അതിനകത്തെ പല ബുക്സ് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഡേയ്സ് ടു ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഹൗ ജീസസ് ക്രൈസ്റ്റ് ഓർ ലേറ്റർ ഓൺ ദ ഡിസൈപ്പിൾസ് ഫുൾഫിൽ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പ്രീസ്റ്റ്. അതാണ് നമ്മൾ ചുരുക്കമായിട്ട് ഇതിനകത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട വേഴ്സ് എന്ന് പറയുന്നത് ഹീബ്രു തന്നെ ചാപ്റ്റർ 6 വേഴ്സ് 20. അതിനകത്ത് നമ്മൾ ഒരു പക്ഷേ നമ്മൾ അത്ര ഫെമിലിയറായിട്ട് കേട്ടിട്ടില്ലാത്ത ഒരാളിനെ പറ്റി പറയുന്നുണ്ട്. വായിക്കാം. ജീസസ് ക്രൈസ്റ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേഴ്സ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഹൈ പ്രീസ്റ്റ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മൽക്കിസദേക്ക്. ഈ മൽക്കിസദേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൽക്കിസദേക്കിൻ്റെ പേര് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലിയാണ്. പൗലോസ്ലിയെ കൂടുതൽ പരിചയമുള്ള ആളാണോ? പൗലോസ്ലിയെ കൂടുതൽ പരിചയമുള്ള ആളെന്നുള്ളതല്ല. അതിൻ്റെ ബേസിക് റീസൺ പൗലോസ്ലിയുടെ ലേഖനങ്ങൾ എസ്പെഷ്യലി ഈ എപ്പിസിൽ ടു ഹീബ്രൂസിനകത്താണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ, സങ്കീർത്തനത്തിനകത്തെ ഒരെണ്ണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൽക്കിസദേക്കിനെ പറ്റി പറയുന്നത്. ഈ മൽക്കിസദേക്കിനെ പറ്റി ആദ്യമായിട്ട് നമ്മൾ ബൈബിളിനകത്ത് കാണുന്നത് ഉൽപ്പത്തി 14-ാം അധ്യായം 18-ാം വാക്യം, ജെനസിസ് 14:18. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു പറയുന്നുണ്ട്. അത് അബ്രഹാമിനെ കൊണ്ടുവന്ന് കൊടുത്തായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം അബ്രഹാം ഒരു സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു റിഫ്ലക്ഷനായിട്ട് നമ്മൾ പലയിടത്തും വായിച്ച് കേട്ടുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള പിതാവായ അബ്രഹാമിന് ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആദ്യമകാലത്ത് രാജാക്കന്മാർ മറ്റ് രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന ഒരു സെറിമോണിയൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു അപ്പവും വീഞ്ഞും. ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് when a king goes to meet another king,
As per their ceremonial custom, they used to give bread and wine to the other king as a gift. സോ ഇവിടെ ശാലേം രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിന് അപ്പം വീഞ്ഞും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അബ്രഹാമിനെ ഒരു രാജാവിന് തുല്യനായിട്ട്, അത് ദൈവം അടുത്ത് ഇടപഴകിയ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു രാജാവുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുക്കുന്നു. മൽക്കിസദേക്ക്, ഈവൻ ദോ വി ഹാവ് ഹേർഡ് ഓഫ് ഹിം ഓൺലി ആസ് ദി കിങ് ഓഫ് ശാലേം, ബട്ട് വി ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിസ് കിങ്ഡം ഓർ മച്ച് ഡീറ്റെയിൽസ്. We can just imagine Melchizedek had come to meet a person who is considered as a king because of his strong relationship with God, and that's why he is respecting him by bringing him bread and wine. ഈ ബ്രെഡ് ആൻഡ് വൈനിന് നമ്മുടെ ഇന്നത്തെ ലൈഫിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തു പിന്നീട് നമുക്കായിട്ട് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പ്യൂരിഫൈ ചെയ്യേണ്ട, ക്ലെൻസ് ചെയ്യേണ്ട, സാങ്ക്ടിഫൈ ചെയ്യേണ്ട ബ്രെഡ് ആൻഡ് വൈൻ, അല്ലെങ്കിൽ നമ്മളിപ്പം വിശുദ്ധ കുർബാനയായിട്ട് ഭക്ഷിക്കുന്ന തിരുശരീര രക്തങ്ങളാണെന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. സോ ദാറ്റ് മൈറ്റ് ബി റൈറ്റ്. ഹീബ്രു 9:11 9:14 ഇതുപോലെ സിമിലർ ആയിട്ടുള്ള 2 വേഴ്സസുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എറ്റേണൽ സ്പിരിറ്റ് വഴി നമുക്ക് വേണ്ടി ദൈവം അയച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. എങ്ങനെയാണ് യേശുക്രിസ്തു ഒരു പ്രീസ്റ്റായിട്ട് മാറിയതെന്നുള്ള കാര്യം ഒറ്റ വാചകത്തിൽ പറയാം. ബൈ ഹിസ് സാക്രിഫൈസ് ഓർ ക്രൂസിഫിക്ഷൻ അറ്റ് കാൽവറി ഹി വാസ് എൻറ്റൈറ്റിൽഡ് ടു ബി ദി പ്രീസ്റ്റ് ഫോർ ദി ഹോൾ മാൻകൈൻഡ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വേറെ സ്ഥലത്ത് ഈ പ്രീസ്റ്റ് അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡിനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. എക്സോഡസ് 19:6. നിങ്ങൾ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നുണ്ട്. രാജകീയമാണ്, പിന്നെ പുരോഹിത വർഗമാണ്. പ്രീസ്ലി ഡ്യൂട്ടീസ് കണക്ട് ചെയ്യുന്ന എന്തോ സംഭവമാണ്. അപ്പോൾ ഒന്നൊരു ഇംഗ്ലീഷിൽ വായിക്കാം. ആൻഡ് യു ഷാൽ ബി എ കിങ്ഡം ഓഫ് പ്രീസ് ടു ഗോഡ് എ ഹോളി നേഷൻ. അപ്പം കിങ്ഡം ഓഫ് പ്രീസ് ടു ഗോഡ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഹോളി നേഷനാണ്. അതൊരു പ്രത്യേക ഒരു രാജവംശം പോലെയാണ്, പുരോഹിത രാജവർഗം. ദാറ്റ്സ് വാട്ട് ജീസസ് ഹാഡ് ഓർ ഗോഡ് ദ ഫാദർ ഹാഡ് മെൻറ്റ് ടു കൺസിഡർ the community of priests as a holy nation. So that is mentioned in Exodus 19:6. ഇനി അതിനകത്ത് കിങ്ഡം ഓഫ് പ്രീസ്റ്റ്സ് എന്ന് പറയുന്നതിനകത്തോട് നമുക്ക് ചിന്തിക്കും, അച്ഛന്മാരെല്ലാം ഒരു കിങ്ഡത്തിൻ്റെ പാർട്ടാണ്, അപ്പോൾ അവർ രാജാക്കന്മാരായിട്ട് കരുതണോ? അതിൻ്റെ മീനിങ് ഈച്ച് പേഴ്സൺ ഇൻ ദ നേഷൻ ഷുഡ് ഫുൾഫിൽ ഹിസ് പ്രീസ്ലി മിഷൻ. ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിലും സംതിങ് സിമിലർ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. വൺസ് വി ആർ ബാപ്റ്റൈസ്ഡ് വി ആർ സപ്പോസ് ടു പ്രീച്ച് എന്നാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് വൺസ് വി ആർ ബാപ്റ്റൈസ്ഡ് വി വിൽ ഓൾസോ ബി ഇൻ ദ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. അതാണ് എക്സോഡസ് 19:6 പറഞ്ഞത്. ആൻഡ് ഓൾസോ വി ഓൾസോ ഹാവ് ടു, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ടു ഫുൾഫിൽ ഹിസ് ഓർ ഹെർ പ്രീസ്ലി മിഷൻ. ഹെർ എന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് സംശയം തോന്നും, പക്ഷേ വൺസ് ബാപ്റ്റൈസ്ഡ് എവറി വൺ ഇൻക്ലൂഡിങ് ദി ചൈൽഡ് ഹു ഇസ് ബാപ്റ്റൈസ്ഡ് യെസ്റ്റർഡേ or the oldest person in the church have to fulfill the priestly mission which God had given them. ആദ്യകാലത്ത് ഇസ്രായേൽ only was considered as a priestly nation. അതിൽ നമുക്കറിയാം God had selected the tribe of Levi to fulfill the duties of the priest. അതിനകത്ത് അഹറോനെയും പുത്രന്മാരെയാണ് ആദ്യമാണ് സെലക്ട് ചെയ്തത്. പിന്നീട് അത് കൈമാറി ഫൈനലി അത് ജീസസ് ക്രൈസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതിനെ സംബന്ധിച്ചൊരു പാട്ട് വിശുദ്ധ കുർബാനയിൽ കേൾക്കുന്നുണ്ട്. ആദ്യാചാര്യത്വം കൈക്കൊണ്ട അഹറോൻ മൂശയോടൊന്നേച്ച്. ആ പാട്ട് നമുക്ക് പരിചയമുള്ള ഫുള്ള് പാടുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പരിചയമാണ്, നിങ്ങളത് പഠിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് മലയാളത്തിൽ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനകത്ത് അഹറോനും മോശ മുതൽ യേശുക്രിസ്തു വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഈ പ്രീസ്റ്റ്ഹുഡ് ഇന്നത്തെ നമ്മുടെ പുരോഹിതന്മാരിൽ എത്തിയെന്നുള്ളതിനെ പറ്റിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ആ പാട്ട്. ദ ക്രിസ്ത്യൻ ചർച്ച് ഈസ് കൺസിഡർഡ് ആസ് എ ന്യൂ ഇസ്രായേൽ. 1 Peter chapter 2 verse 9. But you are a chosen generation, a royal priesthood, a holy nation, and his own special people. അപ്പോൾ ഓർത്തോണം, റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കയ്യാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാൽ മാമോസമുക്കപ്പെട്ട, വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ബൈ ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്
whom we call priests. അല്ലെ, അച്ഛന്മാർ അല്ലെങ്കിൽ തിരുമേനിമാർ അല്ലെങ്കിൽ അങ്ങനെ അനോയിൻ്റ് ചെയ്യപ്പെട്ടവരാണ് നമ്മളെ മാമോസം വെക്കുന്നത്. അങ്ങനെ മാമോസം വെക്കുന്ന സമയം തൊട്ട് വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഓൾസോ എ ഹോളി നേഷൻ ആൻഡ് ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. അപ്പോൾ ഓർത്തോണം, എന്ത് വലിയൊരു ഹൈ പ്രിവിലേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതാണ് നമ്മൾ ദൈവത്തെ മറന്നുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് റെഗുലറായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ റെഗുലറായിട്ട് പള്ളിയിൽ പോകാനോ, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പള്ളിയിൽ പോകാൻ സാഹചര്യമില്ല. പക്ഷേ there are chances and opportunities that we can at least see the Holy Kurbana online. ഞാൻ ചില സമയത്തെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ പേരൻസിനോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എത്ര പേർ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു കൗണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും അത് ചെയ്യും എന്നാണ്. ഈ നിമിഷം വരെ 100% നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. രാവിലെ ഫ്രൈഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പല പള്ളികളിലെ കുർബാന നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നേരിട്ട് പോയി അനുഭവിക്കാൻ പറ്റത്തില്ല. ബട്ട് വി ക്യാൻ ബി ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽ വെൻ വി സ്വിച്ച് ഓൺ ഇതർ ദ ടി വി ഓർ ദി ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടുന്ന സമയമെങ്കിലും നമ്മൾ ആ കുർബാനയ്ക്ക് നേരിട്ട് പോയി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും വി ഹാവ് ടു ട്രൈ ടു അറ്റ്ലീസ്റ്റ് വാച്ച് ദി ഹോളി കുർബാന ഓൺലൈൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ചുമതലപ്പെട്ടാൽ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇഗ്നോർ ചെയ്യണം. കാര്യം ഇപ്പോൾ പള്ളി അടച്ചിരിക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് വിശുദ്ധ കുർബാനയെ പറ്റി ഇങ്ങനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് മറക്കാതിരിക്കാൻ വേണ്ടി എന്തിനാണ് ഓൺലൈൻ കാണുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഡ്യൂറിങ് ദറ്റ് 1 hour or 1.5 hours we will still get the feel that we are in the holy church. വീട്ടിലാന്നേ പോലും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് വന്ന് കുർബാന കണ്ടിട്ട് പോലെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു 1.5 hours മാറ്റി വെച്ചിട്ട് ആൻഡ് ഡ്യൂറിങ് ദാറ്റ് 1.5 hours ഡു നത്തിങ് എൽസ്. വേറെ ഒന്നും ചെയ്യരുത്. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിനോട്ട് പള്ളിയിൽ നിൽക്കുന്നതിനോട്ട് പരമാവധി നല്ല ഡ്രസ്സിൽ കുളിച്ചതിന് ശേഷം തന്നെ വന്ന് നിൽക്കുക, പ്രതിവാക്യങ്ങൾ പറയുക, പാട്ടുകൾ ചൊല്ലുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അവസാനം നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു കൈമുത്തില്ല, വിശുദ്ധ കുർബാന അനുഭവമില്ല. അത് ഒഴിവാക്കിയാൽ വി ആർ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഇൻ ദി ലിമിറ്റഡ് ഇൻ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻസ് വി ആർ ട്രൈങ് ടു ബി ഇൻ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. Church has got a special privilege that the church is the kingdom of priests. Each and every one of us are in the kingdom of priests. നമ്മളെല്ലാവരും കിങ് അല്ലായിരിക്കാം, പക്ഷേ വി ആർ ഇൻ ദി റോയൽ ഫാമിലി, വി ആർ ഇൻ ദി സ്പിരിച്വൽ റോയൽ ഫാമിലി. മറക്കരുത്. ജീസസ് ക്രൈസ്റ്റ് എന്തിനു വേണ്ടിയാണിത് നമ്മളെയൊക്കെ ചുമതലപ്പെടുത്തുന്നത്? ഹി ഫൗണ്ടഡ് ദ ക്രിസ്ത്യൻ പ്രീസ്റ്റ്ഹുഡ് ടു ലീഡ് ദ ചർച്ച്, ലീഡ് ദ വർഷിപ്പ് ആൻഡ് അഡ്മിനിസ്റ്റർ ദ ഹോളി സാക്രമെൻറ്റ്സ്. പിതാവായ ദൈവം പഴയ ഇസ്രായേലിൽ അവർക്ക് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തോട് സംസാരിക്കാനും മന്ന പോലുള്ള ഭക്ഷണം അനുഭവിക്കാനും ഒക്കെ സൗകര്യം ചെയ്ത് കൊടുത്തതുപോലെ ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ഫൗണ്ടഡ് ദി ക്രിസ്ത്യൻ പ്രീസ്റ്റ്ഹുഡ് ടു ലീഡ് ദ ചർച്ച്, ടു ലീഡ് ദ വർഷിപ്പ് ആൻഡ് ടു അഡ്മിനിസ്റ്റർ ദി ഹോളി സാക്രമെൻറ്റ്സ്. നമുക്ക് എല്ലാ കുദാശകളും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുദാശ നമ്മൾ റെഗുലറായിട്ട് പങ്കെടുക്കുന്നത് ദാറ്റ് ഇസ് ഹോളി കുർബാന. അപ്പോൾ ഹോളി കുർബാനയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്നുള്ളത് കവിഞ്ഞ് നമുക്ക് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള സ്പിരിച്വലി എൻലൈറ്റനിങ് ആയിട്ടുള്ള വേറെ ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്കത് പറ്റുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൽ നമ്മൾ അകന്നു പോകരുത്. ദൈവം നമുക്ക് തരുന്ന ശക്തി ഒന്നും ദൈവം കുറച്ച് കളയത്തില്ല. വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ നമുക്ക് ശക്തി കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്കിപ്പം പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്തുള്ള നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ദൈവം നമ്മളെ സംരക്ഷിച്ചോളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചുമതല എന്ന് പറഞ്ഞാൽ ടു റിസീവ് ദി ഹോളി പ്രീസ്റ്റ്ഹുഡ്, absorb whatever good we can from the holy priesthood, and also hand over whatever good we had received to the next generation. ഇതാണ് ഇന്നത്തെ ഞാനും നമ്മുടെ ആ പ്രായത്തിലുള്ള സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള പലരും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും റോയൽ പ്രീസ്റ്റ്ഹുഡിൽ ഭാഗമാണ്. നമ്മൾ പല കാര്യങ്ങളും റിസീവ് ചെയ്യുന്നു. ചെറുപ്പം മുതലേ ബാപ്റ്റിസം ഓൺവേർഡ്സ് നമ്മൾ പല കാര്യങ്ങളും റിസീവ് ചെയ്യുന്നു. We are absorbing a lot of things. Are we benefiting from that? Doubtful ആണ്. നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കും അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഇഫക്റ്റ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കാണാറുണ്ട് അല്ലേ? കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും നല്ല വണ്ണവും ഒക്കെ വരും. ചില സമയത്ത് നമ്മൾ കളിയാക്കുന്ന രീതിയിലുള്ള ശരീരപ്രതി ഉള്ളവരുണ്ട് അല്ലേ? വണ്ണമുള്ളവരെ തടിയെന്നൊക്കെ വിളിച്ച് കളിയാക്കാറില്ലേ? പക്ഷേ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഗുണകരമാണോ? നമ്മൾ പലപ്പോഴും ജങ്ക് ഫുഡ് ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. ചെറുപ്പം പോലെ നമ്മുടെ സ്കൂൾസിലെ നമ്മുടെ ബുക്സിനകത്തെല്ലാം പറയുന്നുണ്ട് അവോയ്ഡ് ജങ്ക് ഫുഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? നമുക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്ന ഫുഡിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് താല്പര്യം ജങ്ക് ഫുഡ് കഴിക്കാനാണ്.
അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കുറച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. എങ്കിലും നമുക്ക് ഇഷ്ടം അതാണ്. അപ്പം കഴിക്കുന്ന എല്ലാം കൊണ്ടും നമുക്ക് ആരോഗ്യം കിട്ടണമെന്നില്ല. പക്ഷേ when we are in the royal priesthood, whatever we receive from the Holy Church, we absorb that and we get benefited and we get blessed by the God Almighty. അതാണ് നമുക്ക് തരുന്ന ശക്തി. അപ്പം സ്പിരിച്വലായിട്ട് കിട്ടുന്ന ശക്തി ഈസ് ഫ്രം വാട്ട് വി റിസീവ് ഫ്രം ദ റോയൽ priesthood. ഇനി the most important thing is that we have to pass it on to the next generation, that we, the present generation as well as you, have to follow in future. ഇനി നോക്കാനുള്ള ജീസസ്, ഹൗ ഹി ഓർഡൈൻഡ് or how he anointed his disciples as priests. എപ്പിസിൽ ടു ഹീബ്രൂസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഹീബ്രൂ 6:20, 7:26 to 28, 8:2 ഈ 3 വേഴ്സസ് വായിക്കണം. ഒരു പ്രീസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക, അല്ലേ? ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ ആരാ കൊടുത്തത്? പഴയകാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? പഴയകാലത്ത് സ്വന്തമായിട്ട് ധരിക്കാൻ വസ്ത്രം പോലും ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു സംഭവം കൊടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും നിർവ്വഹണം ചെയ്തിട്ടുണ്ടോ? വിചാരിക്കും തൽക്കാലത്തേക്ക് ഒരു ഷൈനിങ് അപ്പിയറൻസിന് വേണ്ടി, കമ്പാരിറ്റീവ്ലി ഒരു റെസ്പെക്റ്റബിൾ പൊസിഷന് വേണ്ടി അതിന് പറ്റിയ ഡ്രസ്സായിട്ട് തന്നെ തയ്പ്പിച്ച് വെച്ചിരിക്കുന്നതാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. അല്ല. ഹിയർ ഓൾസോ, as we said in the many previous occasions, here also there is a very strong biblical base. നമുക്ക് വായിച്ചു നോക്കാം. ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്തുണ്ട്, പിന്നെ ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്തുമുണ്ട്. ഇവിടെ ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് നമുക്ക് നോക്കാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് എക്സഡസ് 28:4, 29, നമ്മുടെ ബുക്കിനകത്ത് 29:55 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മിസ്റ്റേക്കാണ്. എക്സഡസ് 29:44 and 45 ആണ് നമ്മൾ ഈ പറഞ്ഞ പട്ടക്കാരുടെ തിരുവസ്ത്രത്തെ പറ്റിയുള്ള സൂചന വന്നിരിക്കുന്നത്. അപ്പം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി ചെയ്യണമെന്ന് മോശയോട് ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രസ്സ്, കളറ്, അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം പറഞ്ഞ പോലെ ബിബ്ലിക്കലായിട്ട് നമുക്ക് പ്രൂഫുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ട്രഡീഷൻസിനകത്തും എല്ലാം നമ്മൾ ഫോളോ ചെയ്യും. അല്ല പുതുതായിട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടോ? ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഫോളോയിങ് ഗോഡ്. വി ആർ ഫോളോയിങ് അവർ മാൻലി ഓർ വേൾഡ്ലി തോട്ട്സ്. ഇനി ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് എവിടെയാണ് ഈ പറഞ്ഞ വെസ്റ്റ്മെൻസിനെ പറ്റി പറഞ്ഞത്? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സെൻറ്റ് ജോൺ ഹാഡ് സീൻ എ വിഷൻ. സെൻറ്റ് ജോണിൻ്റെ വിഷനെ പറ്റിയുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. എന്താണ് നിങ്ങളിപ്പം പറഞ്ഞാൽ ഇറ്റ് ഈസ് റെവലേഷൻ. റെവലേഷനകത്ത് വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലീനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹി സോ ജീസസ് ക്രൈസ്റ്റ് adorned with the vestments of the high priest. In his vision at the island of Patmos, which we read in book of Revelation, Saint John had mentioned that he had seen Jesus Christ in vestments of a high priest. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ. റെവലേഷൻ 1:13 പറഞ്ഞേക്കാം. ഇനി ഈ പ്രീസ്റ്റിന് ജീസസ് ക്രൈസ്റ്റ് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് സെൻറ്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 1 and 2 പറഞ്ഞിട്ടുണ്ട്. He gave them power over unclean spirits to cast them out and to heal all kinds of sickness. കൂടാതെ നമ്മൾ തൊട്ടുമ്പത്തെ ചാപ്റ്ററിനകത്ത് സെൻറ്റ് മാത്യു ചാപ്റ്റർ 28:19 ഇതുപോലെ സംതിങ് സിമിലർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പവർ കൊടുത്തിരിക്കുന്നതിനെ പറ്റി സെൻറ്റ് മാത്യു ചാപ്റ്റർ 18:18 ആൻഡ് സെൻറ്റ് ജോൺ 20:21-23 പറയുന്നുണ്ട്. വായിച്ചാൽ മതി. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പ്രീസ്റ്റും ഇന്നത്തെ പ്രീസ്റ്റുമായിട്ട് കമ്പാരിസൺ പറഞ്ഞാൽ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പ്രീസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽക്കാർക്ക് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. ദ യൂസ് ടു ഹോൾഡ് സാക്രിഫൈസസ് ഫോർ ദ പീപ്പിൾ. ഇന്നത്തെ പ്രീസ്റ്റ് അങ്ങനെ യാഗം കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെയാണ് യാഗം കഴിക്കുന്നത്? വിശുദ്ധ കുർബാനയാണ് ഇതിൻ്റെ സിംബോളിക് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ വേർ ദി പ്രീസ്റ്റ് ഓഫ് ടുഡേ ഹോൾഡിങ് എ സാക്രിഫൈസ് ഇൻ ദ ഹോളി കുർബാന? ദ പ്രീസ്റ്റ്, നമ്മുടെ അച്ഛൻ, ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എ സാക്രിഫൈസ്. അവിടെ എന്താ സാക്രിഫൈസ് ചെയ്യുന്നത്? ഹീ സാക്രിഫൈസസ് ഓൺ ദി ഹോളി ആൾട്ടർ അവർ സിൻസ്, അവർ പെറ്റിഷൻസ്, അവർ ഡിഫിക്കൽട്ടീസ്, അവർ സാഡ്നെസ്, അവർ ഇൽനെസ്സസ് ആൻഡ് വാട്ട് എവർ പ്രോബ്ലംസ് വി ഫേസ്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ വിഷമങ്ങളാണ് പട്ടക്കാരൻ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ
മദ്ബഹായിൽ നമുക്ക് വേണ്ടി ബലി കഴിക്കുന്നത്. അപ്പം ബലി ഓൾഡ് ടെസ്റ്റ്മെൻ്റ് കാലത്തും ഇന്നത്തെ കാലത്തും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഇതൊരു സിംബോളിക്കൽ എക്സ്പ്രഷനായിട്ട് കരുതാമെങ്കിലും സ്റ്റിൽ ദി സാക്രിഫൈസ് ഈസ് ബീങ് ടേക്കൺ പ്ലേസ്. ഇത് നമുക്ക് കാണാനുള്ളത് 1 Corinthians 11:24-25. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫൗണ്ടിങ് ഓഫ് ദി ഹോളി യൂക്കറിസ്റ്റ് ഈസ് ദി ഫൗണ്ടിങ് ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഓഫറിംഗ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പുതിയ നിയമത്തിലെ നമ്മുടെ ദൈവത്തിന് വലിയ നേർച്ചയായിട്ടാണ്. എന്താണ് ഈ വേഴ്സസ് പറയുന്നത്? ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. സോ റിമെമ്പർ, whenever you go to Holy Kurbana, we are remembering him. Whenever we are going to receive the Holy Communion, we still have to remember him. Whenever we receive the Holy Kurbana, we have to remember we are taking in the holy body and blood of Jesus Christ. അപ്പോൾ ആ ഒരു ഭക്തിയോടെ, ആ ഒരു വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, ഇത് നമുക്ക് അനുഗ്രഹമല്ലാതെ ഒന്നും വരുത്തത്തില്ല. അല്ലാതെ 4 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്തിട്ട് നിന്നതിൻ്റെ പുറത്ത് താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു തുണ്ടപ്പവും ഒരു ഇച്ചിരി വെള്ളവും തരുമല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ അവർ തേഴ്സ്റ്റ് ഓർ ഹങ്കർ just with a piece of bread and wine. No, it is to fulfill not the hunger, not the physical hunger, but the spiritual hunger. And also with taking in of that, our spiritual dirt shall be removed and we will be spiritually clean. ഇതാണ് വിശുദ്ധ കുർബാനയുടെ കൺസെപ്റ്റ്. അത് 1 Corinthians 11:24-25 നമുക്ക് വായിക്കാം. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഡിസൈപ്പിൾസ് മറ്റു ആൾക്കാരെ തിരഞ്ഞെടുത്താണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനകത്ത് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പറയാൻ മടിയുണ്ടായിട്ടല്ല, സമയമില്ലാഞ്ഞിട്ടല്ല, ഈ വീഡിയോയ്ക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റുള്ളത് നിങ്ങൾ ബോറടിച്ചു കൂടാന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ഇത് നിങ്ങൾ ഒരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹോംവർക്കായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് സെലക്ഷൻ ഓഫ് മത്തിയാസ് ഇൻ പ്ലേസ് ഓഫ് ജൂഡാസ് ഇസ്കാരിയോട്ട്. അത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിനകത്ത് പറയുന്നത്. ഇനി ഓരോ പുതിയ ആൾക്കാരെയും സെലക്ട് ചെയ്തിട്ട് അവരെ യേശുക്രിസ്തുവിനായിട്ട് ഡിവോട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രോസസ്സുണ്ട്. ആ പർട്ടിക്കുലർ പ്രോസസ്സിനാണ് നമ്മൾ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പട്ടം കൂടാന്ന് പറയും. പട്ടം, അതായത് കൈറ്റ്, അത് കൊടുക്കുമല്ല. ഇത് പട്ടം കൂട ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ ഡിവൈൻ പൊസിഷൻ വിച്ച് ദി അനോയിൻറ്റഡ് ഈസ് ഗിവിങ് ടു ദി ഫ്യൂച്ചർ പ്രീസ്റ്റ്. അപ്പോൾ സെലക്ഷൻ ഓഫ് ന്യൂ കാൻഡിഡേറ്റ്സ് and making them partners of Jesus Christ in the priestly ministry is known as ordination. Definite question ആണ് ordination ഉള്ളത്. എനിക്ക് ഓർമ്മ വരുന്നത് the church also selected 7 men of good reputation. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. 7 men of good reputation. They were very devoted as well as very dedicated to God. ആ 7 മെനിൽ ഒരാളുടെ പേര് ഞാൻ പറയാം. ബാക്കി 6 പേരുടെ പേര് നിങ്ങൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് വായിച്ചതിന് ശേഷം അത് കണ്ടുപിടിക്കണം. ഒരാളുടെ പേര് നമുക്കറിയാം. നമ്മുടെ ദേവാലയത്തിൻ്റെ കാവൽപിതാവായ വിശുദ്ധ സ്തെഫാനോസ് അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫനാണ്. ബാക്കി 6 പേരുടെ പേരുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഫോൺ വഴിയായിട്ടോ എനിക്ക് അയച്ചു തരണം. ഞാൻ മാർക്കിടുന്നതായിരിക്കും. അതുകൊണ്ട് ഫൈൻഡ് ഔട്ട് ദി 7 deacons ordained with the help of the Holy Bible. ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ളതല്ല. നിങ്ങളുടെ ബ്രെയിൻ ആസ് വെൽ ആസ് നിങ്ങളുടെ സെർച്ചിങ് പവർ ആൻഡ് ഇൻക്വിസിറ്റീവ്നെസ് കൊണ്ട് നിങ്ങളത് കണ്ടുപിടിക്കണം. ഫ്രം ദ ബൈബിൾ, ഫ്രം ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. ഈ പറഞ്ഞ 7 ഡീക്കൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ശുശ്രൂഷയ്ക്കായിട്ട് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്റ്റൽസ് ഓർ എൽഡർലി പേഴ്സൺസ് വിൽ ലേ ഹാൻഡ്സ് ഓൺ ദം. പഴയകാലത്ത് പറഞ്ഞാൽ മിനിമം 3 പേര് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും ചേർന്ന് കൈവച്ചായിരുന്നു ഈ പട്ടക്കാരെ ആക്കുന്നത്. സോ ഓർഡിനേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. വട്ടം കൊടയ്ക്ക് അങ്ങനൊരു ഇൻഡയറക്റ്റ് മീനിങ് കൂടെ ഉണ്ട്. വെൻ സോൾ ആൻഡ് ബർണബാസ് were set for their missionary trip, ministers of the Church of Antioch laid hands on them. എന്നിട്ട് അവർ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് അതിനുള്ള ശക്തി മേടിച്ചുകൊണ്ടാണ് അവർ അതിനുവേണ്ടി പോകുന്നത്. സോ ലേയിങ് ഓഫ് ഹാൻഡ്സ് എന്നുള്ളത് പഴയകാലം മുതലേ നിന്നിരുന്നൊരു കാര്യമാണ്. ദാറ്റ് വി ക്യാൻ റീഡ് ഇൻ ആക്ട്സ് 13:3. ബർണബാസും പൗലോസും സഭയിലെ അന്നത്തെ പ്രായം ചെന്നവരും പക്വതയുള്ളവരും നല്ല ദൈവവിശ്വാസമുള്ളവരും ആൾക്കാരെ ഈ ചുമതലയ്ക്കായിട്ട് ഏൽപ്പിച്ചതും തലയിൽ കൈവച്ചുകൊണ്ടാണ്. They appointed every elders by laying hands on them. This can be seen in Acts 14:23. എൽഡേഴ്സ് അല്ലെങ്കിൽ ആദ്യമകാലത്ത് മൂപ്പന്മാരെന്ന് പറഞ്ഞ എൽഡേഴ്സിനെയും പഴയകാലത്തെ പേര് ഗ്രീക്കിൽ പ്രസ്ബിറ്ററോസ് എന്ന് പറയുന്നു, സുറിയാനിയിൽ കശീഷോ എന്ന് പറയുന്നു.
There are similar instances which mentions about references to bishops in New Testament. Acts 20, 17-20, Acts 20, verse 17, Philippians 1:1, Titus 1:7, 1 Timothy 3:2. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർ they gave up the leadership to the churches directly. They ordained bishops and kashishos. അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡീക്കൻസ് ആർ ഓർഡൈൻഡ്. പ്രീസ്റ്റ്ലി മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ പ്രീസ്റ്റ്ഹുഡിൽ ഇന്നും നിലനിൽക്കുന്ന 3 ഓർഡേഴ്സാണ് ബിഷപ്സ്, പ്രീസ്റ്റ് ആൻഡ് ഡീക്കൻസ്. കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ്. ആദ്യമായിട്ട് ഒരാൾ വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷിക്കത്തക്ക രീതിയിൽ ശുശ്രൂഷകനാകുന്നു. ശുശ്രൂഷകനായതിനു ശേഷം പിന്നീട് മെയിനായിട്ട് ഒരു പ്രത്യേക ശുശ്രൂഷയിൽ കൂടി അദ്ദേഹം ശമ്മാസനാകുന്നു. ശമ്മാസനായ ശേഷം പിന്നീട് പൂർണ്ണശമ്മാസനാകുന്നു. പൂർണ്ണശമ്മാസനായതിനു ശേഷം പുരോഹിതനാകുന്നു. പുരോഹിതനായതിനു ശേഷം എന്നാൽ വിവാഹം കഴിക്കാത്ത പുരോഹിതനാണ് പിന്നീട് ബിഷപ്പായിട്ട് മാറുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് പരിചയമില്ലാത്ത 2 ഓർഡേഴ്സ് കൂടെ ഉണ്ട്. റംബാന്മാരെന്നും നമ്മുടെ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന 2 ഓർഡേഴ്സ് ഉണ്ട്. അത് ഇതുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല എന്ന് മാത്രം. കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ. Christian priesthood was founded by Lord Jesus Christ to sustain the unity and faith of the church. ഇത് രണ്ടും കൊണ്ട് നടക്കാൻ ചുമതലപ്പെട്ട പ്രീസ്റ്റ്ഹുഡിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ചർച്ച് മെമ്പറും. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഒരു പാട്ട് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അതേത് പാട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. പിന്നെ 7 ശമാശന്മാരുടെ പേര് എഴുതരണം. 3ാമത്തെ ഹോംവർക്കായിട്ട് കരുതാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൽക്കിസദേക്ക് ആസ് എ പ്രീസ്റ്റ്, എപ്പിസിൽ ടു ഹീബ്രൂസിനകത്തൊന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. തപ്പിയെടുക്കണേ. സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഇതിനുവേണ്ടി സമയം കണ്ടെത്തണം. മറ്റ് എൻജോയ്മെൻ്റ് എല്ലാം നടന്നോട്ടെ, പക്ഷേ അതിനോട് ഇടയ്ക്ക് സൺഡേ സ്കൂളിനെ നമ്മൾ തള്ളിക്കളയരുത്. എന്നാൽ ദൈവത്തെ തള്ളിക്കളയാം. സൺഡേ സ്കൂളിൽ തള്ളിക്കളയാൻ ദൈവത്തെ തള്ളിക്കളയാം. 3 ഓർഡേഴ്സ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ് പറഞ്ഞു. അതൊരു പിരമിഡ് പോലെ ഒന്ന് വരച്ച് ഉണ്ടാക്കി നിങ്ങൾ എഴുതി തരുന്ന കാര്യത്തിനോടൊപ്പം തന്നെ സബ്മിറ്റ് ചെയ്യണം. പ്രീസ്റ്റ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട 2 എക്സാമ്പിൾസ് പറയുക. നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് റെസ്പെക്റ്റ് ഫോർ ദി ഓർഡൈൻ പ്രീസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കുറവുള്ളൊരു കാര്യമാണ് റെസ്പെക്റ്റ്. അത് പ്രീസ്റ്റിന് മാത്രമല്ല, ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കുറവ് ഉള്ള ഒരു പർട്ടിക്കുലർ ക്യാരക്ടറാണ് റെസ്പെക്റ്റ്. അത് പേരൻസിനെ ആയിക്കോട്ടെ, ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ, പ്രീസ്റ്റിനെ ആയിക്കോട്ടെ, ഓഫീസിലെ ബോസസിനെ ആയിക്കോട്ടെ, പ്രായമുള്ളവരെ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം റെസ്പെക്റ്റ് കുറഞ്ഞത്. അത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു ദോഷമാണ്. പ്രീസ്റ്റുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ചുമതലപ്പെട്ടവരാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഇപ്പം കൊച്ചുകുട്ടികളാണ്, 15 വയസ്സ് 16 വയസ്സിൻ്റെ പ്രായത്തിൽ നിൽക്കുന്നവരാണ്. ഭാവിയിൽ നിങ്ങൾ പ്രീസ്റ്റുമായിട്ടൊക്കെ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നൊരു കാലഘട്ടം വരും. അന്നേരം ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആ റെസ്പെക്റ്റിന് വേണ്ടി പറയാം. ഔഗേൻ ബാവ തിരുവേനോട് നമ്മുടെ ഒരു ബാവ തിരുവേനുണ്ടായിരുന്നു. വാസ് ബീറ്റൺ ബൈ സം മിസ്ക്രിയൻസ് ഓർ സം റൗഡീസ്. അതേത് സഭക്കാരാണെന്നോ ഏത് മതക്കാരാണെന്നോ ഒന്നും ഞാനിപ്പം പറയുന്നില്ല. അദ്ദേഹത്തെ കാപ്പി വടി കൊണ്ടാണ് ഔഗേൻ ബാവ തിരുമേനി അടിച്ചത്. അദ്ദേഹം പിറവം പള്ളിയിരിക്കുന്ന സമയത്ത് കാപ്പി വെള്ളത്തിൻ്റെ പുറത്തടിച്ചു. എസ്പെഷ്യലി ഇറ്റ് വാസ് ഡൺ ഡ്യൂറിങ് എ ഹോളി വീക്ക്. ഈ കാപ്പി വടി കൊണ്ട് അടിച്ച വ്യക്തി വിതിൻ 2 or 3 days from his family, one of the person fall at the shoot of that particular coffee tree and died. രണ്ടാമത് വട്ടശ്ശേരി തിരുമേനി നമ്മുടെ പഴയ സെമിനാരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി 2 മണിക്ക്. അപ്പോൾ സഭകൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാരണം അദ്ദേഹത്തെ ഒന്ന് ഫിസിക്കലി ഹർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളിനെ അയച്ചു. He was a Muslim. He took a ladder and went up the second floor of the seminary, opened the window and saw the saintly Vattaseri Thirumeni at 2 a.m. in the morning. He appeared like glowing within a fire. And because of that particular vision and experience, his mind changed and he came back to his house. അപ്പം ഈ 2 അനുഭവത്തിൽ കൂടെ പറയുന്നത് ദൈവം പ്രീസ്റ്റ് അല്ലെങ്കിൽ അനോയിൻറ്റഡ് ആൾക്കാരെ അതിശക്തമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇഫ് വി ആർ ഡിസ്റെസ്പെക്റ്റിംഗ് ദം, ദ പ്രൊട്ടക്ഷൻ ഫ്രം ഗോഡ് ടു ദം ക്യാൻ ടു സം എക്സ്റ്റെൻറ്റ് ബി ഡേഞ്ചറസ് ടു അസ്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കാം.
നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമുക്ക് പരിചയത്തിലോ ബന്ധത്തിലോ ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ പുരോഹിതന്മാരുമായിട്ട്, എന്നാൽ പ്രീസ്റ്റ്ഹുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നമ്മളോട്ട് ഡയറക്റ്റ് ഡീലിംഗ് ഉള്ള പുരോഹിതന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പ്രകടിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. വി ഷാൽ നെവർ be like that, never ever imitate that, because for the person to have an argument with a priest, he or she is actually trying to match, trying to think he is equal with the manly powers of the priest. Unfortunately, we don't realize that there is an even more powerful divine component hidden or immersed in a priest. അത് നമ്മൾ മറക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഉണ്ടാകുന്നത്. റിമെമ്പർ, എ പ്രീസ്റ്റ് ഈസ് someone who is given the authority and right to enter the heaven, and he is a connecting link for us to enter the heaven. So we shall make it a point, we shall never have difference of opinion with the priest. He can be right, he can be wrong, but the final judgment rests with God Almighty, because he is anointed by God Almighty, and so the judgment related to a priest in whatever good or whatever bad he do is resting with the triune God. നമുക്ക് ഈ ആർഗ്യുമെൻ്റ് ഉണ്ടാകാനുള്ള ബേസിക് റീസണായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കാലത്ത് വെരി റെയർലി വി കുഡ് സീ real representation of Jesus Christ in priest. There are many priests who mentally tortured because of their high commitment to God. But they are known less, they are publicized less, but they don't show the image of Jesus Christ. They are probably mistaken, and probably because they fail to be the real representation of Jesus Christ, the image is actually darkened or charred, or maybe to some extent devalued in the society. So be away from the acts by which we point our fingers to a priest. That is one thing which we have to keep in our mind. ഏറ്റവും പ്രധാനമായിട്ടുള്ള നിങ്ങളോട്ട് പങ്കുവെക്കാനുള്ള പോയിന്റ് ഞാൻ ഇനിയും പറയാൻ വന്നു. That's not because it's the least important, it's the most important thing. I will request, I will strongly suggest, one of you shall devote your life to become a priest of the Malankara Orthodox Church. കേൾക്കുന്നതാണോ? ചിരിക്കരുത്. I am not simply suggesting. Devote a life to be a priest. For that we have to have our homework, as well as we have to have a divine life with God, with God's principles, with God's studies, and many other things. It is not a simple thing, it is not a silly thing. I am saying that very seriously. Share with your parents, even if whatever is their response, you still can have a thought of it. Don't simply go for such a thing. It is a vocation, it's a divine call. It is not a profession, it's a divine call. So share with your parents, prayerfully think of it. It's a divine call. ഇത് നമ്മുടെ ക്ലാസ്സിലെ 21 പേരിൽ എല്ലാവർക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം, ബിക്കോസ് ഗേൾസ് സോ ഫാർ കനോട്ട് എൻ്റർ ദി ഓൾട്ടർ ഓഫ് ദ ലോർഡ്. പക്ഷേ സ്ത്രീകൾക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൊക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും ആൺകുട്ടികളിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. സോ prayerfully think of it and try to be a priest of Malankara Orthodox Church. This is one of the lengthy lessons so far I have taken. See the video again. Pray well, pray for others, be prepared for the exams in between as well as the final exam in December. The persons who suffer from, especially from corona disease or other problems, by prayer we can be stronger and stronger and stronger. May God bless, guide, strengthen and protect you all. Thank you so much.